വിഷയം ചാരിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 20-ാം നൂറ്റാണ്ടിലെ പ്രാരംഭം മുതൽക്കുള്ള ദക്ഷിണേന്ത്യൻ ദൈക്ഷണിക മുസ്ലിം പരിസരങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും സ്വാധീനിക്കുകയും ചെയ്ത ആ മഹാപണ്ഡിതൻ, അതെ, അവരെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഈ എംലിറ്റിൻ്റെ മനോഹരമായ വേദിയിൽ മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്രിസ്താബ്ദം 1867, ഹിജറ 1283 മഹാനായ മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഭൂമിയിലേക്ക് ഭൂജാതനാകുന്നത്. തിരുരങ്ങാടിയിലെ ഒരു പ്രസിദ്ധ കുടുംബമായിരുന്നു ചാലിലകത്ത്. മമ്പ്രന്നങ്ങളുടെ മുരീദും അതുപോലെ തന്നെ മതപണ്ഡിതനായ ഖുസൈ ഹാജിയുടെ ഫാത്തിമ എന്ന മകളിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ കുടുംബത്തിൽ പ്രസിദ്ധനാവാൻ കാരണം. ആദർശേരിയിലെ വളരെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ് മുത്താട്ട് എന്ന കുടുംബം. ആ തറവാട്ടിൽ ജനിച്ച കാള മൊയ്തീൻ ഹാജിയാണ് ഉസ്താദിൻ്റെ പിതാവ്. കാള മൊയ്തീൻ ഹാജിയും അതുപോലെ തന്നെ ഫാത്തിമയും തമ്മിലുള്ള വിവാഹം അത്രമേൽ നീണ്ടു നിന്നിട്ടില്ലായിരുന്നു. അങ്ങനെ തന്മൂലം മാതൃ കുടുംബത്തിൽ നിന്നാണ് മഹാനായ ചാലിലകത്ത് മൗലാന കുഞ്ഞഹമ്മദ് ഹാജി പ്രാഥമിക വിദ്യാഭ്യാസം പഠിച്ചത്. ഉമ്മയിൽ നിന്നാണ് ഖുർആൻ തജ്വീദോട് കൂടി ഓതാനും പഠിച്ചത്. അങ്ങനെ അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് 4-ാം ക്ലാസ് വരെ കോഴിക്കോടായിരുന്നു വിദ്യ അഭ്യസിച്ചത്. ആയതുകൊണ്ട് തന്നെ മറ്റു മതപണ്ഡിതന്മാരിൽ നിന്ന് മലയാളം സ്ഫുടമായി സംസാരിക്കാൻ ഉസ്താദ് കഴിവുണ്ടായിരുന്നു. ശേഷം മഹാനായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ദർസിലേക്ക് പോയി. അവിടെ നിന്ന് ധാരാളം കിതാബുകൾ ഓതി. പിന്നീട് പൊന്നാനിയിലേക്ക് തുടർ പഠനത്തിന് വേണ്ടി പോയി. അവിടെ നിന്ന് അറബിയിലെ സാഹിത്യ ഗ്രന്ഥമായ തൽഖീസ് മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയിൽ നിന്ന് അഭ്യസിക്കുകയും ധാരാളം കിതാബുകൾ ഓതുകയും ചെയ്തിട്ടുണ്ട്. 4 കർമ്മശാസ്ത്ര ധാരകളിലെയും അഗാധ പാണ്ഡിത്യം, അതുപോലെ കാവ്യ ഗ്രന്ഥരചനകളെ നൈപുണ്യം, നൽകിയ മതവിധികളുടെ ചരിത്രപരമായ പ്രാധാന്യം തുടങ്ങി മഹാനായ മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വ്യതിരിക്തനാക്കുന്ന ഘടകങ്ങൾ അനേകമാണ്. അങ്ങനെ തുടർ പഠനത്തിന് വേണ്ടി വെല്ലൂരിലേക്ക് ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ബാനി ഹസ്രത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഏകദേശം 1 വർഷത്തോളം അവിടെ പഠിക്കാൻ സാധിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയാതെ സമീപത്തുള്ള ലത്തീഫിയയിലെ ആ ക്യാമ്പസിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോകാനുള്ള പ്രധാന കാരണം അവിടുത്തെ അബ്ദുൽ ജലീൽ ഫഷാവരിയുടെ മാക്കൂലാത്തുകളിലുള്ള അഗാധ പാണ്ഡിത്യം, നൈപുണ്യം കണ്ട് അവിടേക്ക് ആ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോയതാണ് മഹാനായ മൗലാന അവിടെ നിന്ന് ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കി. അങ്ങനെ ഉപരിപഠനത്തിൻ്റെ ബിരുദങ്ങളൊക്കെ കരസ്ഥമാക്കി അവിടെ നിന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ആ വിജ്ഞാനത്തിൻ്റെ തൃഷ്ണ അടങ്ങിയിരുന്നില്ല. ശേഷം അവിടെ നിന്ന് തമിഴ്നാട്ടിലെ അതിരാം പട്ടണത്തിലെ ഒരു പ്രഗത്ഭനായ കിബിലയുടെ ദിശ നിർണ്ണയിക്കുന്ന ശാസ്ത്രത്തിൽ നൈപുണ്യരായ മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുതിച്ചു മഹാനായ മൗലാന ഉസ്താദ് അവിടുന്ന് ആ അതിരാം പട്ടണത്തിൻ്റെ മഹാനായ ഹസ്രത്ത് അഹ്മദ് ഹദറമി എന്ന അഹമ്മദ് ആലിം സാഹിബിൽ നിന്ന് ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ അഗാധ പാണ്ഡിത്യം അവിടെ നിന്ന് തൻ്റെ എല്ലാ മേഖലയിലും തെളിയിച്ചുകൊണ്ട് മറ്റു വ്യത്യസ്തങ്ങളായ ഒരുപാട് ഫന്നുകളിൽ നിന്ന് കഴിവ് തെളിയിച്ച് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ നിന്ന് തിരുരങ്ങാടിയിലെ തറമ്മൽ പള്ളിയിൽ നിന്ന് ഒരുപാട് മറ്റു ആലിമ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പല ഫന്നുകളും അവിടെ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൻ്റെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ തൻ്റെ ആത്മീയമായ ഉത്തുംഗ സോപാനത്തിലേക്ക് അദ്ദേഹം കടന്നു ചെന്നത് അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലി തന്നെയാണ്. ഉസ്താദിൻ്റെ ജീവിതത്തിൽ മൗലാന എന്ന് പേര് വരാൻ കാരണം, മൗലാന എന്ന് വാക്കിലെ പേരിൻ്റെ ആദ്യത്തിൽ പറയുന്നത് ഒരു ഉത്തരേന്ത്യൻ ശൈലിയാണ്. പണ്ഡിത കേരളത്തിൽ പരക്കെ മൗലാന എന്ന് വിശേഷിപ്പിച്ചാൽ അത് അടിസ്ഥാനപരമായി നിരുപാധികം അത് മൗലാന എന്ന് പറഞ്ഞാൽ അത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നാണെന്ന് എല്ലാവർക്കും അന്ന് അറിവുണ്ടായിരുന്നു. അങ്ങനെ ആവാൻ കാരണം
ചിരപരിചിത വിഷയങ്ങളിൽ നിന്ന്, ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായ അഭിസംബോധനം അർഹിക്കുന്നതുകൊണ്ടാണത്. എന്നാൽ പണ്ഡിത കേരളത്തിന്, മലബാറിന്, അതുപോലെ തന്നെ മലബാറിനും കേരളത്തിനും പരിചയമില്ലാത്ത ഒരു നവശൈലിയുമായിട്ടാണ് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഈ രംഗത്തേക്ക് കുതിച്ചു വന്നത്. പാരമ്പര്യ രീതിയിൽ ഉള്ള ദർസ് പഠനവും അധ്യാപന രീതിയും അദ്ദേഹം ഈ ലോകത്തേക്ക്, ഈ കേരളത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് അയച്ചു തന്നത് എത്രയേറെ മാതൃകയാണ്. അതുപോലെ ക്രിസ്താബ്ദം നീളവേ മഹാനായ മൗലാന ചാലിലത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വഫാത്ത് അടുക്കുകയും ക്രിസ്താബ്ദം 1919 ഹിജറ 1338 മഹാനായ മൗലാന ചാലിലത്ത് കുഞ്ഞഹമ്മദ് ഹാജി പരലോകം പ്രാപിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് കൊണ്ട് നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.